ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഈ ചൂടുകാലത്ത് നമ്മൾ എടുക്കേണ്ട ഒരു ഭക്ഷണമാണ് തൈര് സാദം. പൊതുവേ തൈര് സാദം എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കേണ്ടാവും ചോറും തൈരും കൂടെ മിക്സ് ചെയ്താൽ തൈര് സാദം ആയില്ലേന്ന്. പക്ഷേ അങ്ങനെയല്ല. ഓതൻറ്റിക് ആയിട്ടുള്ള തൈര് സാദത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്താണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഈ വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലെയുള്ളൊരു തൈര് സാദമാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. നമ്മുടെ ഈ തൈര് സാദം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1-2 ടേബിൾ സ്പൂൺ മതിയാവും. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചാലാണ് ഇതിന് കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ തുണ്ടുകളായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ വേണ്ടത് കറിവേപ്പില. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ പച്ചമുളക് കുറച്ച് വലുപ്പത്തിലാണ് കീറിയിട്ടിരിക്കുന്നത്. സാധാരണ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നല്ല പൊടിയായിട്ട് അരിയും. കുട്ടികൾക്കൊക്കെ കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നീളത്തിൽ മുറിച്ചത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്കിനി ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിന്ന് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി കാണിക്കണേ. അപ്പോൾ ഞാൻ ഇതിൽ 2 കപ്പ് വേവിച്ച ചോറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എനിക്ക് നന്നായി വെന്തില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് തൈര് സാദത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പെട്ടെന്നാണ് ഡിസൈഡ് ചെയ്തത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ടാണ് ആ വേവ് ചെയ്യാതിരുന്നത്. അപ്പോൾ തൈര് സാദം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇത് മിക്സി ജാറിലൊന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ പോവും. അപ്പോൾ അതെങ്ങനെ നന്നായിട്ടൊന്ന് മാഷർ വെച്ച് ഒന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ട തൈര് ഒഴിച്ചു കൊടുക്കണം. മോരല്ല കേട്ടോ ഇതിനൊഴിക്കേണ്ടത്, തൈര് തന്നെ വേണം. നല്ല തിക്കായിട്ടുള്ള തൈര്. പോരെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കടുകും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 നുള്ള് കായപ്പൊടി കേട്ടോ, ഞാനത് നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. അപ്പം നമ്മൾ തൈര് സാദത്തിന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് തിക്കായിട്ട് അങ്ങോട്ട് തൈര് ഒഴിച്ചെടുക്കരുത്. നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. ചൂടുകാലത്ത് ഇതിൽ പരം നല്ല ഭക്ഷണം വേറെ ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായി അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു തൈര് സാദം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ട്രാവൽ ചെയ്യണ സമയത്തൊക്കെ ഇത് എടുക്കണ സമയത്ത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തൈര് സാദം ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി, കുറച്ച് അച്ചാറ്, പപ്പട കൊണ്ടാട്ടം ഉണ്ടെങ്കിൽ പിന്നെ അതും എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ സമയത്ത്. നമ്മൾ ഈ ഡബ്ബയൊക്കെ തുറന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് ഇടുന്ന സമയത്തുണ്ടല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല നമ്മൾ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. നോക്കുക, അപ്പോൾ എത്രയാണ് നമ്മുടെ അകത്ത് പോവുകയെന്ന് അറിയാൻ പറ്റില്ല, അത്രയും കഴിച്ചു പോവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഞാൻ കാണിച്ചു തരാം എത്ര സോഫ്റ്റും സ്മൂത്തും ആയിട്ടുണ്ടെന്ന്. കണ്ടോ? ഇനി ഇത് ഈ അച്ചാറിൽ അങ്ങോട്ട് മുക്കി അങ്ങനെ കഴിച്ചാലുണ്ടല്ലോ അത്രയും ടേസ്റ്റിയാണ്. ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു മാങ്ങാച്ചാറാട്ടോ. അപ്പോൾ നിങ്ങളുടെ വായിൽ ഉറപ്പായിട്ടും വെള്ളം വരുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ തൈര് സാദവും മാങ്ങാച്ചാറും കാണുമ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. എപ്പോഴും പറയണ പോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.